ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ പ്യൂൺ അബ്ദുൾ നാസർ ആണ് ചോദ്യപേപ്പർ ചോർത്തിയത്. ഇയാളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിനാണ് ഇയാൾ ചോദ്യപേപ്പർ നൽകിയത് എന്ന് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. പ്യൂൺ അബ്ദുൾ നാസറിനെ സസ്പെൻഡ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതിയായ ഫഹദിന് ചോദ്യക്കടലാസ് ഫോട്ടോയെടുത്ത് അയച്ചു കൊടുത്തത് നാസറാണെന്ന് പോലീസ് കണ്ടെത്തി. ഇക്കാര്യം നാസർ സ്ഥിരീകരിച്ചതായി ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. MS സൊല്യൂഷൻസ് അധ്യാപകരായ ഫഹദിനെയും ജിഷ്ണുവിനെയും നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളാണ് പേപ്പർ അയച്ചു കൊടുത്തത് എന്ന് വ്യക്തമായത്. കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. +1 കാര്യമാണ് പ്രതി ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കസ്റ്റഡിയിൽ പ്രതിയെ വാങ്ങും, കൂടുതൽ ചോദിക്കും, അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അത് ഒരു കോൺസ്പിറസി എന്തായാലും ഉണ്ടല്ലോ. സ്ഥാപനം നടത്തിയിരിക്കുന്ന അതിന്റെ ഒന്നാം പ്രതിയാണല്ലോ അയാളാണ് നടത്തിയിരിക്കുന്നത്. അയാളാണ് ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് അയാൾക്കാണ് പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ ഒരു കോൺസ്പിറസി ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ആ സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ ഇടുകയും ചെയ്തതാണ്. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർന്നതായാണ് കേസ്. കേസിൽ ഒന്നാം പ്രതി ഷുഹൈബിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. ഇയാളുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ പരിഗണനയിലാണ്. യൂട്യൂബ് ചാനൽ വഴി പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്തതെന്നും ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തിട്ടില്ലെന്നും ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. 2ഉം 3ഉം പ്രതികളായ ഫഹദും ജിഷ്ണുവും നൽകിയ ആദ്യത്തെ മൊഴിയും ഇങ്ങനെയായിരുന്നു. ഫഹദ് പ്രധാനാധ്യാപകനായിരുന്ന സ്കൂളിലെ പ്യൂണാണ് അബ്ദുൾ നാസർ. ന്യൂസ് 18 കോഴിക്കോട്.